Namaskaram, Vinod Kumar Vetradi. Welcome to English Language Training. Welcome to Success Map. സക്സസ് മാപ്പിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വിജയത്തിൻ്റെ അവിഭാജ്യമായിട്ടുള്ള ചില വസ്തുതകളെ പറ്റിയാണ്. ഐ മീൻ ദ തിങ്സ് ഓർ ദ ഫാക്ടേഴ്സ് വിച്ച് യു നീഡ് ടു നോ ഇഫ് യു റിയലി വാണ്ട് ടു ബിക്കം സക്സസ്ഫുൾ. രണ്ട് കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരറിവ് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടായിരിക്കണം. ഏതൊരു വ്യക്തിക്കും രണ്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം. ഏതാണ് ഈ രണ്ട് കാര്യങ്ങൾ എന്നല്ലേ? ഒന്ന്, അണ്ടർസ്റ്റാൻഡിങ് ദ നേച്ചേഴ്സ് ലോസ്. പ്രകൃതി നിയമങ്ങളെക്കുറിച്ച് അറിയണം. ഈ പ്രകൃതി എന്ന് പറഞ്ഞ ചുറ്റുവട്ടത്തുള്ള പ്രകൃതി, ഭൂപ്രകൃതി മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്. പ്രകൃതി നിയമങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു അറിവ് വേണം. Understanding the nature's laws. Second important thing is understand what is rationalization. So these two things must be known to you. The first one is understanding the nature's laws. എന്താണത്? പ്രകൃതി നിയമങ്ങളെക്കുറിച്ച്. നിങ്ങളുടെ പ്രകൃതി, ശരീരപ്രകൃതി, മാനസിക പ്രകൃതി, അതുകൂടെ ഭൂപ്രകൃതിയെക്കുറിച്ചും മൊത്തത്തിൽ പ്രകൃതി നിയമങ്ങളെക്കുറിച്ചൊരു ധാരണ വേണമെന്നാണ് പറയുന്നത്. നമ്മൾക്ക് പ്രകൃതിയെക്കുറിച്ചും പ്രകൃതി നിയമങ്ങളെക്കുറിച്ചും ധാരണയില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും മനുഷ്യൻ ദുരന്തങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. പല ദുരന്തങ്ങളും നമ്മൾ ഇപ്പോഴുള്ള ഈ കൊറോണ പോലും, ഇപ്പോഴുള്ള ഈ COVID-19 ഡിസീസ് പോലും ഒരു തരത്തിലല്ലെങ്കിൽ മറുതരത്തിൽ മനുഷ്യൻ പ്രകൃതി എന്ന് പറയുന്ന ഭൂമിയും മറ്റു ജീവജാലങ്ങൾ ഉൾപ്പെടുന്ന പ്രപഞ്ചത്തിനെതിരെ മനുഷ്യൻ്റേതായിട്ടുള്ള ചില എൻക്രോച്ച്മെൻറ്റ് നടത്തിയത് കൊണ്ടാണ് നമുക്ക് വേണമെങ്കിൽ വാദത്തിന് വേണ്ടി പറയാം. വാദത്തിന് വേണ്ടിയിട്ടല്ല, പ്രകൃതിയിൽ മനുഷ്യൻ അനിയന്ത്രിതമായിട്ടുള്ള ചൂഷണം നടത്തിയപ്പോൾ, അല്ലെങ്കിൽ ചൂഷണം എന്നുള്ളത് മനുഷ്യൻ്റെ സ്വാഭാവികമായ ജനിതകമായ ജൈവികമായ ഗുണങ്ങളിൽ ഒന്നായിട്ട് മാറിയപ്പോൾ തീർച്ചയായിട്ടും ഒരു തിരിച്ചടി നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് ഞാൻ പറയുന്നത് ഒരു സാഹചര്യത്തെ ആസ്പദമാക്കിയിട്ടൊന്നല്ല. ആ തിരിച്ചടിയിൽ ഒന്ന് തന്നെയാണ് ഈ കോവിഡ് എന്ന് പറയുന്നത്. കാരണം സമൂഹത്തിൻ്റെ വളർച്ച എന്ന് പറയുന്ന പലതരം തിരിച്ചടികളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടും പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടും വെല്ലുവിളികളെ സമർത്ഥമായി ഇല്ലാതാക്കിക്കൊണ്ടുമാണ്. ഇതൊരു വെല്ലുവിളിയാണ്, അതിനെ നമ്മൾ ഇല്ലാതാക്കണം. ചരിത്രമുണ്ടായ കാലം തൊട്ട് ഇതുവരെയുള്ള ഭൂമിയിലെ ജീവജാലങ്ങളുടെയും അവസ്ഥയും അവർ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളും ഇതേപോലെ സമാനമായിട്ടുള്ളതായിരുന്നു പണ്ട് തൊട്ട്. അത് സ്പാനിഷ് ഫ്ലൂ ആയിക്കോട്ടെ, പ്ലേഗ് ആയിക്കോട്ടെ, ചിക്കൻ പോക്സ് ആയിക്കോട്ടെ, സ്മോൾ പോക്സ് ആയിക്കോട്ടെ, അഞ്ചാമ്പനി ആയിക്കോട്ടെ, കോളറ ആയിക്കോട്ടെ, ജോണ്ടിസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇബോള ആയിക്കോട്ടെ, SARS 1 and MERS 1 ഓർ whatever it may be, അതിപ്പോൾ എത്തിയിരിക്കുന്നത് COVID-19 മാത്രം. മനുഷ്യന് അതിനൊക്കെ അതിജീവിച്ചേ പറ്റുകയുള്ളൂ. അപ്പോൾ മനുഷ്യൻ്റെ അനിയന്ത്രിതമായിട്ടുള്ള അതിരുകടന്ന ചില ചൂഷണ മനോഭാവം പ്രകൃതിയിൽ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുകയും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മനുഷ്യനെതിരെ അത് തിരിച്ചടിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്. ഇതൊരു ഉദാഹരണം മാത്രം. ഇതിനെ നമുക്ക് അങ്ങനെ കൂടുതലായിട്ട് ന്യായീകരിക്കാൻ പറ്റില്ല, സമർത്ഥിക്കാൻ പറ്റില്ല. എങ്കിൽ കൂടി മുമ്പ് കാലത്തുണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. പറഞ്ഞു വരുന്ന ഇത്ര മാത്രം, മനുഷ്യൻ ഈ പ്രകൃതി നിയമങ്ങളെക്കുറിച്ച്, അത്തരത്തിൽ പ്രകൃതിയുടെ നിയമങ്ങളെക്കുറിച്ച് അറിയണം, അല്ലേ? നമ്മുടെ പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്യുമ്പോൾ പ്രകൃതി ഒടുവിൽ ഒരൊറ്റ ചൂഷണത്തിലൂടെ നമ്മളെ മൊത്തം ഇല്ലാതാക്കുന്ന ഒരു ഗതി നമുക്ക് വരും എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അത് ജീവിത വിജയവുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോൾ എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. യു ആർ വാട്ട് യു തിങ്ക്. നിങ്ങൾ ചിന്തിക്കുന്നതാണ് നിങ്ങൾ. യു ആർ വാട്ട് യു ഡു. നിങ്ങൾ ചെയ്യുന്നതാണ് നിങ്ങൾ. യു ആർ വാട്ട് യു റിപ്പീറ്റഡ്ലി ഡു. നിങ്ങൾ സ്ഥിരം ചെയ്യുന്നതാണ് നിങ്ങൾ. വാട്ട് യുവർ ഹാബിറ്റ് ഈസ്. നിങ്ങളുടെ ഹാബിറ്റ് എന്താണോ അതാണ് നിങ്ങൾ. അണ്ടർസ്റ്റാൻഡ്, യു ആർ വാട്ട് യു തിങ്ക്. നിങ്ങൾ ചിന്തിക്കുന്നതാണ് നിങ്ങൾ. യു ആർ വാട്ട് യു ആക്ട്. നിങ്ങൾ ചെയ്യുന്നതാണ് നിങ്ങൾ. യു ആർ വാട്ട് യു റിപ്പീറ്റഡ്ലി ആക്ട് ആൻഡ് ഡു. നിങ്ങൾ നിരന്തരമായി എന്ത് ചെയ്യുന്നു അതാണ് നിങ്ങൾ. നിങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും നല്ല നിർവചനം എന്ന് തന്നെ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതാണ് നിങ്ങൾ എന്നുള്ളതാണ്. നിങ്ങൾ എന്താണോ പറയുന്നത് എന്നുള്ളതല്ല. മനസാ വാചാ കർമ്മണ, ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് നിങ്ങളാവുന്നത്. യു ആർ വാട്ട് യു തിങ്ക് ആൻഡ് ആക്ട്. നിങ്ങൾ ചിന്തിക്കുന്നതും നിങ്ങൾ ചെയ്യുന്നതും എന്തോ അതിൽ നിന്ന് നിങ്ങൾ ആരാണെന്ന് വ്യക്തമാകുന്നു. അത് നിരന്തരമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അതായിട്ട് മാറുന്നു. അതിനെ ഹാബിറ്റിൽ നിന്നും മനുഷ്യൻ്റെ ആ ജനിതക ഗുണമായിട്ട് മാറുന്നു എന്ന് ചുരുക്കം. അണ്ടർസ്റ്റാൻഡിങ് ദ നേച്ചേഴ്സ് ലോസ് എന്ന് ഞാൻ പറയാൻ വേണ്ടി കാരണം, നിങ്ങൾ ചെയ്യുന്നത് മാത്രമേ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു കാര്യം നിങ്ങളെ സൂചിപ്പിച്ചത്. സോ ഇഫ് യു സോവ് യു ക്യാൻ റീപ്പ്. നിങ്ങൾ വിതച്ചാൽ നിങ്ങൾക്ക് കൊയ്യാം. ഇഫ് യു ഹാവ് ഗുഡ് ഇൻപുട്ട് യു ക്യാൻ ഹാവ് ഗുഡ് ഔട്ട്പുട്ട്. ഇഫ് യു ഇൻഡ്യൂസ് ഗുഡ് തിങ് യു ക്യാൻ ഹാവ് ദി ബെസ്റ്റ് തിങ് ഔട്ട്. ഇഫ് യു ഇൻഹെയിൽ ബെറ്റർ you will have the better connection with others. If you actually absorb many qualities, you can actually definitely infuse those qualities to the people who are surrounding you. And if you take much more effort, you will have much more victories. The entire victory and the success of yours depend on the efforts and the quality of the effort you take.
So understand that one. If you work hard, you can win. That's what the nature's policy. For every action, there is an equal and opposite reaction. As Newton thermodynamics third law says. Thermodynamically, മൂന്നാമത്തെ law പറയുന്നു. Newton's thermodynamics ലോസിന്റെ മൂന്നാമത്തെ ലോസ് പറയുന്നത് third law of thermodynamics states very clearly that one. For every action, there is an equal and opposite reaction. എന്തിനും അതിൻ്റെ എന്താ പറയുക ഈക്വൽ ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇഫ് യു സെർവ് യു ക്യാൻ റീപ്പ്, ഇഫ് യു ടേക്ക് എഫേർട്ട് യു ക്യാൻ വിൻ. ആൻഡ് സോ ദാറ്റ് ഏത് തരത്തിലുള്ള എഫേർട്ടാണോ നിങ്ങൾ എടുക്കുന്നത്, എങ്ങനെയാണോ നിങ്ങൾ ജീവിത വിജയത്തെ മുൻകൂട്ടി കാണുന്നതും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതും, യെസ്, you will win. That means if you work today, you can win tomorrow. If you don't, there is nothing so called success. And the second thing is known as rationalization. എന്താണ് ഈ റാഷണലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യുക്തി കൊണ്ട് അല്ലെങ്കിൽ ഒരു കപടയുക്തി കൊണ്ട് എന്ന് വേണം നമുക്ക് പറയാം താൽക്കാലികമായിട്ട്. റാഷണലൈസേഷന് കപടയുക്തി എന്നുള്ള മീനിങ് ഇല്ല. എന്തിനേയും റാഷണലൈസ് ചെയ്യുക. യുക്തിസഹം എന്ന് ഞാൻ പറയുന്നില്ല, ഇറീസണബിൾ ഇലോജിക്കൽ യുക്തി എന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു പരിധി വരെ. ഐ എം നോട്ട് സ്മാർട്ട്, I'm not qualified, I'm not rich, my father is very poor, my family doesn't have enough economic resources, and എനിക്ക് പണമില്ല, എനിക്ക് സൗന്ദര്യമില്ല, എന്നെ സഹായിക്കാൻ ആളില്ല, എൻ്റെ കുടുംബം പട്ടിണിയിലാണ്, അല്ലെങ്കിൽ പണമില്ല, എൻ്റെ അച്ഛൻ കൂലി വേലക്കാരനാണ്, എനിക്കത്ര എബിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല, അവൻ വലിയ വീട്ടിലെ ആളല്ലേ, അവൻ പണക്കാരനാണ്, അവന് ഒരുപാട് പുസ്തകങ്ങളുണ്ട്, അവന് സൗന്ദര്യമുണ്ട്, അവൾക്ക് സൗന്ദര്യമുണ്ട്, അവൾക്ക് ഒരുപാട് പൊന്നും പണവുമുണ്ട്, അവൻ നല്ല ബുദ്ധിയുള്ളവനാണ്, എനിക്കത്രയും ബുദ്ധിയില്ല. സ്വയം താഴ്ത്തുകയും മറ്റുള്ളവരെ പുകഴ്ത്തുകയും, സ്വയം ഇകഴ്ത്തുക, മറ്റുള്ളവരെ പുകഴ്ത്തുക. അതൊരു തരത്തിൽ പറഞ്ഞാൽ സ്വയം നിങ്ങളുടെ ജീവിതത്തോട് നിങ്ങൾ ചെയ്യുന്ന ഒരു ക്രൂരത, പാപം, എന്തൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ അതിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള റാഷണലൈസേഷൻ നിങ്ങളുടെ സ്വയം മതിപ്പിനെ, സെൽഫ് എസ്റ്റീമിനെ ഇല്ലാതാക്കുന്നു, സെൽഫ് കോൺഫിഡൻസിനെ നശിപ്പിക്കുന്നു. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രവണതയുണ്ടല്ലോ, ദ ടെൻഡൻസി ടു ലീഡ് ഫർദർ, ലിവ് ഫർദർ, എൻജോയ് ഫർദർ ആൻഡ് ബി പ്രോ ആക്റ്റീവ്. സോ അതിനെയൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചിന്തകൾ, അത്തരത്തിലുള്ള ആ മൂവ്മെൻറ്റിനെയൊക്കെ, ആ പ്രോ ആക്റ്റീവ് നേച്ചറിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നു എന്നുള്ളതാണ്. So understand that one, never rationalize, and understand that you have your own abilities which cannot actually be compared with that of the others. So there is no possibility that you can actually compare these things with others and all. Albert Einstein is brilliant, genius, obviously the most genius person in this world. It doesn't mean that one APJ Abdul Kalam is not. അബ്ദുൽ കലാമിനെയും ഐൻസ്റ്റീനെയും ചില ആൾക്കാർ കമ്പയർ ചെയ്തെന്ന് പറയും, അബ്ദുൽ കലാം ഐൻസ്റ്റീൻ്റെ അത്രയും വരില്ല. How can you compare that one? See, both of them have done different activities. അവർ രണ്ടുപേരും ചെയ്തത് വളരെ വ്യത്യസ്തമായ രണ്ട് ആക്ടിവിറ്റീസ് ആണ്. അതുകൊണ്ട് ഐൻസ്റ്റീൻ മാത്രമേ ബുദ്ധിയുള്ളൂ, അദ്ദേഹം ബുദ്ധിരാക്ഷസനാണ്. ഇനി വരുന്ന ആൾക്കാർക്കില്ല, എനിക്കാവില്ല, നിങ്ങൾക്കാവില്ല, സമൂഹത്തിൽ ആർക്കും ആവില്ല. അതുകൊണ്ട് രണ്ട് സയൻറ്റിസ്റ്റുകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനേക്കാളും ബുദ്ധിശാലിയാണെന്ന്. ന്യൂട്ടൻ്റെ കാലം വരെ ന്യൂട്ടൺ ആയിരുന്നു, അതിനു മുമ്പ് കോപ്പർനിക്കസിൻ്റെ കാലത്ത് കോപ്പർനിക്കസ് ആയിരുന്നു, അല്ലെങ്കിൽ ഗലീലിയോൻ്റെ കാലത്ത് ഗലീലിയോ ആയിരുന്നു, സോക്രട്ടീസിൻ്റെ കാലത്ത് സോക്രട്ടീസ്, പ്ലേറ്റോൻ്റെ കാലത്ത് പ്ലേറ്റോ, അരിസ്റ്റോട്ടലിൻ്റെ കാലത്ത് അരിസ്റ്റോട്ടിൽ, മാറി മാറി വന്നു. മനസ്സിലാക്കുക, ഈ ബൗദ്ധികമായിട്ടുള്ള കഴിവെന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് മാത്രം കൊടുത്തതല്ലല്ലോ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. ദൈവമെന്ന് ഞാൻ പറയുന്നില്ല, പ്രപഞ്ചം എന്ന് പറയുന്നത് എല്ലാ വ്യക്തികൾക്കും 1200 1300 ഗ്രാം ഭാരമുള്ള ഒരു ബ്രെയിൻ ഉണ്ടെന്നും ആ ബ്രെയിൻ കൂടുതൽ ഉപയോഗിക്കുന്ന സമയത്ത് കൂടുതൽ അതിൻ്റെ റിസൾട്ട് കിട്ടും എന്നുള്ളതൊക്കെയാണ് ശാസ്ത്രം പറയുന്നത്. ആ ശാസ്ത്രത്തിൽ നമ്മൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം ശാസ്ത്രമാണ് ഇന്ന് ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത്, മറ്റൊരു വിശ്വാസ പ്രമാണങ്ങളൊന്നുമല്ല. അപ്പോൾ തീർച്ചയായിട്ടും റാഷണലൈസേഷൻ എന്ന് പറയുന്നത് യുക്തിസഹമായിട്ടാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അയുക്തിപരമായിട്ടുള്ള റാഷണലൈസേഷൻ, സ്വയം ഇകഴ്ത്തുകയും മറ്റുള്ളവരെ പുകഴ്ത്തുകയും സ്വയം ഇല്ലായ്മയിൽ നിർവൃതി കൊള്ളുകയും ചെയ്യുക എന്ന് പറയുന്നത് ജീവിതത്തോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും. അത് നിങ്ങളെ മുന്നോട്ട് നയിക്കില്ല, മറിച്ച് അത് നിങ്ങളെ പിന്നോട്ടടിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. സോ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചേഴ്സ് ലോസ് ആൻഡ് യു ഷുഡ് ആക്ച്വലി നോട്ട് ബി എ പേഴ്സൺ ഹു rationalizes himself or herself. Thank you very much.